ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വെച്ചാ? അമ്പലത്തിലെ ചടങ്ങുകളും ഉത്സവ കമ്മിറ്റിയുടെ കണക്കെടുപ്പും ഒക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്കൊരു ദൗത്യം കൂടി ബാക്കിയുണ്ട്. മഞ്ചാടിയുടെ കാര്യത്തിൽ ഒരു സൂചനയെങ്കിലും അച്ഛന് നൽകാതിരിക്കുന്നത് എങ്ങനെയാ? പിന്നെ വലിയൊരു ഉത്തരവാദിത്വം തന്നെ അമ്പിളി. ദൈവികമായി കിട്ടുന്നൊരു അംഗീകാരം കൂടിയാണെന്ന് പറയാം. എന്താ അച്ഛാ? പുതിയ എന്തോ കാര്യമാണെന്ന് തോന്നുന്നല്ലോ. ഏയ്, കാലാകാലങ്ങളായിട്ടുള്ള അമ്പലത്തിലെ ഒരു ആചാരമാണ്. എനിക്ക് ആദ്യമായി അതിലൊരു ഭാഗവാക്കാകാൻ കഴിഞ്ഞു എന്ന് മാത്രം. പുഴക്കര ദേവീക്ഷേത്രത്തിൽ സൂക്ഷിക്കുന്ന തിരുവാഭരണമാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ദേവിക്ക് ചാർത്താൻ കൊണ്ടുവരുന്നെന്ന് അറിയാലോ? അതെ. തിരുവാഭരണം കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുപോയി ഏൽപ്പിക്കുന്നതും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാ. ഇത്തവണ തിരുവാഭരണം കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തില് മുഖ്യസ്ഥാനിയായിരുന്ന മാധവൻ സാറിന് അദ്ദേഹത്തിന്റെ അമ്മാവൻ മരിച്ചതിന്റെ പൊലയായിപ്പോയി. തിരിച്ചു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പകരം കമ്മിറ്റി കൂടി തീരുമാനിച്ചിരിക്കുന്നത് എന്നെയാ. ഈശ്വര, ഒരിടത്ത് അച്ഛന് വലിയ അംഗീകാരം കിട്ടുമ്പോ മറ്റൊരു ഭാഗത്ത് അച്ഛനെ അപമാനം കാത്തിരിക്കുകയാണല്ലോ. പലരും ആഗ്രഹിക്കുന്ന സ്ഥാനാണ് അമ്പിളി. ക്ഷേത്ര ഭരണസമിതിയില് എന്നേക്കാ പ്രായമുള്ളവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്കാ ആ ഭാഗ്യം കിട്ടിയത്. അയ്യോയ്യോ, കരയല്ലേ കരയല്ലേ, എല്ലാം ദൈവനിയോഗമായിരിക്കില്ലേ? അതെ അച്ഛാ, പ്രായം മാത്രമല്ലല്ലോ ഒരാളുടെ യോഗ്യത നിശ്ചയിക്കുന്നത്. അച്ഛന്റെ പ്രാർത്ഥനയും പ്രവൃത്തിയും ഒക്കെ ദൈവം കൂടി കാണുന്നില്ലേ? ആ, നാളെ കല്യാശ്ശേരി തറവാട്ടി പോവാന്ന് വിചാരിച്ചിരുന്നതാ. ഇനി ഇതുകൂടി കഴിഞ്ഞിട്ടാവാം. ദേവിയുടെ കാര്യല്ലേ, അത് നിർവഹിച്ച് കഴിയുമ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ ദേവിയും ഭംഗിയാക്കി തരും. കരണ്ട 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 പൊയ്ക്കോ. മോളെ നോക്കാൻ വിളി. അച്ഛൻ ഈ കാര്യം രഘുവട്ടനെയോ മറ്റോ വിളിച്ച് പറഞ്ഞിരുന്നോ? ഇല്ല മോളെ, ഞാൻ ആരെയും വിളിച്ചില്ല. ഇതൊക്കെ എന്ത് പറയാനാ? നാളെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എല്ലാരും അറിഞ്ഞാ മതി. അനുവും മഞ്ചാടിയും അവിടെ എത്തിയ ശേഷം വിളിച്ചല്ലോ അല്ലേ? ഓ അച്ഛാ, അനുവും രഘുവേട്ടനൊക്കെ വിളിച്ചു. രഘുവേട്ടൻ ഇന്ന് മിക്കവാറും വരില്ല. ആ, അവന് ദാസന്റെ അടുക്കൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ, എന്നാ പിന്നെ ഞാനൊന്ന് കുളിച്ച് കുറച്ചേനെ കിടക്കട്ടെ വിളി. ഇന്ന് ആ അത്താഴത്തിന് പകരം ഒരു ഗ്ലാസ് പാല് മാത്രം മതി. കാലത്തും അങ്ങനെ തന്നെ മതിയാവും. അച്ഛന് BP-യുടെ ഷുഗറിന്റെ മരുന്നുള്ളതല്ലേ? അപ്പോ ആഹാരം കഴിക്കാതെ എങ്ങനെയാ? ഹേയ്, 2 നേരം വേണമെങ്കിൽ മരുന്ന് ഒഴിവാക്കാം. ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ? നന്നായി അങ്ങോട്ട് റെസ്റ്റ് ചെയ്താൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഈശ്വര, എങ്ങനെയെങ്കിലും മഞ്ചാടി മോളെ അവർക്കിന്ന് കണ്ടെത്താൻ കഴിയണേ. അവളും അവനും ഈ രാത്രി ഒരുമിച്ച് കഴിയുന്ന അവസ്ഥ ഉണ്ടാവില്ലേ ദൈവങ്ങളെ?